ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. അത്രയ്ക്ക് തണുപ്പ് പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പാണിവിടെ. എ സിയോ ഫാനോ ഒന്നുമില്ല ഇവിടെ, അതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് തണുപ്പായ കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെയാണ് അവസ്ഥ. മഞ്ഞ് അങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇവിടെ നമുക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വൈകുന്നേര സമയമാണ്. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അവസ്ഥ. കണ്ടോ, ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിറയെ കാട്ടുപോത്താണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. കൂട്ടത്തോടെ വന്നിരിക്കുകയാണ്. നമ്മൾ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിലും കൂടുതലായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തേക്ക് വന്ന് ഇത്തിരി നേരം ഇരിക്കുക വിചാരിച്ചാൽ തണുപ്പായതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല. മൂടി പൊതച്ചൊക്കെ വന്നിരിക്കുകയാണ്. കാറ്റ് ചെവി കൂടെയും ഒക്കെ കൂടുതലായിട്ട് വരികയാണ്. തണുത്ത കാറ്റ്, അത്രയ്ക്ക് തണുപ്പായതുകൊണ്ട്. എങ്കിലും തണുപ്പൊക്കെ സഹിച്ച് ഞങ്ങൾ പുറത്ത് കുറേ നേരം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. ഇവിടെ ഞങ്ങൾ താമസിച്ച വീടാണിത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചുറ്റുപാടുകളൊക്കെ നല്ല രസമാണ്. നല്ല കാലാവസ്ഥയാണ്. എനിക്കൊട്ടും പറ്റുന്നില്ല. ഞാൻ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ രാവിലെ ഒരു 9 മണിയായപ്പോഴുള്ള അന്തരീക്ഷം ഇങ്ങനെയാണ്. അപ്പോഴും തണുപ്പ് മാറിയിട്ടില്ല. പിന്നെ ഇവിടെ കുളിക്കാനൊക്കെ ചൂടുവെള്ളമാണ്. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. പിന്നെ ഇവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കി തന്നത്. നല്ലതായിരുന്നു. നിങ്ങളാരെങ്കിലും വെക്കേഷനൊക്കെ ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഊട്ടിയൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ചൂടിൽ നിന്ന് നമുക്ക് കുറച്ച്